എന്നുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബോട്ടോക്സ്, കെരാറ്റിൻ, നാനോപ്ലാസ്റ്റി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ പ്രോഡക്റ്റ് ഇൻഫ്യൂസ് ചെയ്ത്, അതായത് ക്യൂട്ടിക്കൽ ഓപ്പൺ ആക്കി ഇതിൽ പ്രോഡക്റ്റ് ഇട്ട് പെനട്രേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ നമ്മൾ ഈ പെനട്രേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഹെയറിൽ പിന്നെ ഈ പ്രോഡക്റ്റ് ലോക്ക് ആവുന്നത്. അത് മാത്രമല്ല അത് ഒരു വിത്തിൻ 3 days കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഓയിലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ആഫ്റ്റർ 2 days 3 days ആകുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഫുൾ ഓയിലി ആയിട്ട് വരും. അപ്പോൾ അത് വരുമ്പോഴാണ് ഹെയർ നമ്മുടെ സ്ട്രോങ് ആയിട്ട് വളരുന്നത്. ഇപ്പം നോർമലി നമ്മൾക്ക് എത്ര സ്ട്രോങ് അല്ലാത്ത ഒരു ഹെയർ ആണെങ്കിൽ പോലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പുതിയ ഹെയർസ് എല്ലാം ഭയങ്കര ഹെൽത്തി ഹെയർ ആവും. അതെനിക്ക് നമ്മൾക്കൊരു 4 മാസം ആകുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഹെയറിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് നല്ല തിക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ മാമിന് ഇങ്ങനെ തൊടുമ്പോൾ മാമിൻ്റെ സ്കാൽപ്പിൽ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു 4 മാസം കഴിയുമ്പോൾ തന്നെ മാമിൻ്റെ സ്കാൽപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല തിക്നെസ് ഫീൽ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ലെങ്ത് നന്നായിട്ട് വെക്കും. ലെങ്ത്തും ഉള്ള ഹെയർ നല്ല ലെങ്ത്തും വെക്കും. നമ്മൾക്ക് പുതിയ ഹെയർസ് വരും. ഇപ്പം നമ്മളിപ്പോൾ കെരാറ്റിനും ഇതൊക്കെ ചെയ്താലും ഹെയർ ലെങ്ത്ത് വെക്കും. നോർമലി നമ്മുടെ ഹെയർ എങ്ങനെയാണ് ഒരു 3 to 4 months ആകുമ്പോഴാണ് ഹെയർ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ വളരും. പക്ഷെ നമ്മൾക്ക് പോയ ഹെയർസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും പറയും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ചെയ്താൽ മുടി വളരുമെങ്കിൽ കൊള്ളാമല്ലോ. അങ്ങനെയാണെങ്കിൽ 2 വർഷമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. വേറെ സലൂണുകാർ ഇതിലും കൂടുതൽ വർഷമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരാളെ എത്ര നാൾ പറ്റിക്കാം? 5 മാസത്തിൽ കൂടുതൽ ഒരാളെ പറ്റിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് തന്നെ 2 വർഷമായി. അപ്പോൾ ചെയ്യുന്നവർ പിന്നെയും വന്ന് രണ്ടാമതൊരു ചെയ്യുന്നെങ്കിൽ അങ്ങനെ റിസൾട്ട് ഇല്ലെങ്കിൽ ആരും വരത്തൂല അല്ലേ? എത്രയോ പേര് വരുമോ, തിരിച്ചു വരുമോ, നമുക്ക് നടത്താൻ പറ്റുമോ, നമ്മളെ ഓടിച്ചിടില്ലേ ഇവിടെ നിന്ന്. അപ്പോൾ ഇതങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇതേ ഉള്ളൂ ആഫ്റ്റർ കെയർ. ഇതിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും പ്രോപ്പറായിട്ടുണ്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇത്രയും പൈസയും കൊടുത്ത് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ആഫ്റ്റർ കെയറിന് വില കൂടുതലാണ്. അതിന് ഓൾമോസ്റ്റ് 3015 rupees ചിലവുണ്ട് രണ്ടും കൂടെ വരാൻ. അറിയാമല്ലോ, സൾഫേറ്റ് ഫ്രീ ഷാമ്പൂവിനും കണ്ടീഷണറും വില കൂടുതലാണ്. ഇതല്ല എല്ലാത്തിൻ്റെയും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്നുള്ളത്. 3 months ആകുമ്പോൾ മുടി തുടങ്ങും വളരാൻ. 5 മാസം ആകുമ്പോൾ ഇത് ചെയ്യും. പിന്നെ ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേഞ്ചറസ് കെമിക്കൽ ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അങ്ങനെ 100% കെമിക്കലുള്ളത് സ്മൂത്തനിങ് മാത്രമേ ഉള്ളൂ. അതാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, സ്മൂത്തനിങ്. ബാക്കിയുള്ളതൊന്നും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ല. എല്ലാം ക്യൂട്ടിക്കൽ ഓപ്പൺ ആക്കി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതിലൊന്നും കെമിക്കൽ ആയിട്ട് അങ്ങനെ ഡേഞ്ചറസ് കെമിക്കൽസ് ഒന്നിലും ഇല്ല. ഇതിലൊട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്ത മുടി അങ്ങനെ തന്നെ കിടക്കത്തില്ല. ഇപ്പോൾ ചെയ്തത് കുറച്ച് ഇങ്ങനെ തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് വിത്തിൻ ഡേയ്സിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഹെയർ വേവി ആയിട്ട് മാറും. പക്ഷെ ഒരിക്കലും പഴയ ടെക്സ്ചറിലേക്ക് പോകത്തില്ല, ഫ്രിസ്നെസ് വരത്തില്ല. ഹെയർ ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾക്ക് ഈസി ടു മാനേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പറ്റും.